ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഫ്രോക്ക് നൈറ്റി എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാമെന്ന് നോക്കാം. നൈറ്റിയൊക്കെ കൂടുതൽ പേർക്കും ഇടാനായിട്ട് ആഗ്രഹം കാണുകയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഫുൾ ലെങ്തുള്ള നൈറ്റിക്ക് പകരം നമുക്ക് ഫ്രോക്ക് സ്റ്റൈലിൽ തന്നെ നമ്മൾ നൈറ്റി തയ്ച്ചിടുകയാണെങ്കിൽ ഒരു തൽക്കാലം എന്തെങ്കിലും എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ ഇട്ടുകൊണ്ട് കടയിലൊക്കെ പോകാനും ഒക്കെ പറ്റും. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു 3 മീറ്ററിൻ്റെ തുണി എടുത്തു. നമുക്ക് മാർക്കിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ തുണി നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കി ഇടണം. എന്നിട്ട് മടക്കമുള്ള പോർഷനിൽ നിന്ന് വേണം നമുക്ക് ആവശ്യത്തിനുള്ള മാർക്കിങ്സ് എല്ലാം മാർക്ക് ചെയ്യാനായിട്ട്. മടക്കമുള്ള വശത്ത് നിന്ന് ഞാൻ ആദ്യം തന്നെ കഴുത്തകലം 3 ഇഞ്ച്, പിന്നെ ഷോൾഡർ 3, പിന്നെ കൈക്കുഴിക്ക് വേണ്ടി 6 ഇഞ്ച് താഴോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് ആവശ്യത്തിനുള്ള വണ്ണം ലൂസായിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ഒരു 10 പ്ലസ് ഒരു 3 ഇഞ്ച് സീമിങ് അലവൻസും കൂടെ ചേർത്ത് സൈഡിലോട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു യോക്കിൻ്റെ പോർഷനിൽ നിന്ന് താഴോട്ട് ഒരു ഗ്യാതറിങ് പോലെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ യോക്കിൻ്റെ പോർഷന് വേണ്ടി 12 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു വര വരച്ചു. അവിടെ നിന്ന് നമുക്കിതുപോലെ ഷേപ്പ് നമുക്ക് അരവണ്ണത്തിൻ്റെ അവിടെ നമുക്ക് ഷേപ്പ് അടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് കൈക്കുഴി നമുക്ക് വെട്ടാം. ആദ്യം 6 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് സൈഡിൽ മേളിലോട്ട് നമുക്ക് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ ചെരിച്ച് ആം ഹോൾ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കഴുത്തകലമാണ്. കഴുത്തിൻ്റെ ഇറക്കം ഒരു 4.5 ഇഞ്ച് ബാക്കിലും 6.5 ഇഞ്ച് ഫ്രണ്ടിലുമാണ് ഞാൻ കൊടുക്കുന്നത്. വി ആണ് ഫ്രണ്ടിൽ കൊടുക്കാൻ വേണ്ടി ആദ്യം ഉദ്ദേശിച്ചത്. പിന്നീട് അത് ഞാൻ സർക്കിൾ തന്നെയാക്കി, റൗണ്ട് തന്നെയാക്കി. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള നീളം നമുക്ക് നീളത്തിൽ നിന്ന് ഒരു 12 ഇഞ്ച് മാറ്റി നമുക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വരുന്ന 12 ഇഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് ഈക്വലായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ അടിയിൽ നമ്മൾ ഫ്രില്ല് പോലെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മാർക്ക് ചെയ്ത പീസസ് എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ കഴുത്ത് എങ്ങനെയാണ് മുറിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പീസ് ഇപ്പോൾ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആദ്യം അതിനെ രണ്ടിനെ നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അതിന് ശേഷം ബാക്കിലെ കഴുത്ത് നമുക്ക് ആദ്യം വെട്ടണം. 2 തുണിയിലും കൂടെ ഒരുമിച്ച്. അതിൻ്റെ ബാക്കിലെ തുണി നമുക്ക് മാറ്റി കൊടുത്തിട്ട് ഫ്രണ്ടിലെ ഒറ്റ പീസ് തുണിയാവും. പിന്നീട് ആ ഒരു പീസിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന 6.5 ഇഞ്ച് ഇറക്കത്തിലുള്ള അളവിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടെന്നും മറ്റേ പീസിന് ബാക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വള്ളിയും കൂടെ തയ്ക്കാനുള്ള തുണി നമുക്ക് വേണം. അതിന് വേണ്ടി ബാക്കിലെ ബോഡിയുടെ ക്ലോത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള വീതി മാത്രം എടുത്തിട്ട് ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ യോക്ക് പീസും താഴോട്ടുള്ള ബോട്ടത്തിൻ്റെ പീസും കൂടെ ഒരുമിച്ച് വെച്ച് കറക്റ്റ് വീതി എടുത്തതിന് ശേഷം നമുക്ക് മിച്ചം വരുന്ന തുണി നമുക്ക് വള്ളിക്ക് വേണ്ടി നമുക്ക് എടുക്കാം.
നമുക്ക് 3 ഇഞ്ച് വീതിയിൽ 2 ഇത് വള്ളി നമുക്കിതുപോലെ എടുത്ത് നമുക്ക് വള്ളി തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമ്മൾ കൈക്കുഴി വെട്ടിയെടുത്ത് നിന്ന് കിട്ടിയ ഒരു തുണിയുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് കൈക്കുള്ള കൈയുടെ ക്ലോത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള നീളം 6 ഇഞ്ച് പ്ലസ് 3 ഇഞ്ച് കൂടെ ചേർത്ത് 9 ഇഞ്ചിൻ്റെ ഇറക്കമുള്ളൊരു ക്ലോത്താണ് നമുക്ക് വേണ്ടത്. അത് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ നിന്ന് 2.5 ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്കിതുപോലെ വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈയുടെ തുണിയാവും. ഇത്രയാണ് കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ക്രോസ് പീസ് തുണി, കുറച്ച് ക്രോസ് പീസ് തുണി ഒരുമിച്ച് വെച്ച് തയ്ച്ചിട്ട് നമുക്ക് നല്ല കഴുത്തിൻ്റെ നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കഴുത്ത് തയ്ക്കണം. അതിന് ശേഷം യോക്കിൻ്റെ പീസും താഴെയുള്ള ബോട്ടത്തിൻ്റെ പീസും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് സൈഡിലെയാണ്. ഇനി ഫ്രണ്ട് സൈഡിൽ ജോയിൻ ചെയ്യുമ്പോൾ നടുക്ക് തന്നെ കറക്റ്റ് പ്ലീറ്റ് വരുന്നത് പോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ക്കാം. ആദ്യം മുട്ടുസൂചി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് എവിടെ വേണം എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അടിയിലത്തെ പ്ലീറ്റിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തേക്കുന്ന തുണിയെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ കാണാനൊരു നല്ല ഭംഗിയായിരിക്കും അടിവശം കാണാനായിട്ട്. ഇനി അതിൻ്റെ അടിവശവും നമുക്കിതുപോലെ മറിച്ച് തയ്ച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് വള്ളി തയ്ക്കാൻ വേണ്ടി നമ്മൾ മുറിച്ച് വെച്ച ആ തുണിയെ അഴുക്ക് വശത്തൂടെ നമുക്ക് തയ്ച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൈയും കൂടെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ അളവ് മാർക്ക് ചെയ്തിട്ട് 2 സൈഡും വള്ളിയും വെച്ച് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതൊരു മോഡലാണ്. ഇതുപോലെ പല മോഡലുണ്ട്. ഇങ്ങനെയൊക്കെ തയ്ച്ചിടുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ആണ് ഞാൻ ഇട്ടതിന് ശേഷമുള്ള ലുക്ക്. എൻ്റേതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ തയ്ച്ചായിരുന്നു. ഫ്രണ്ട് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോയും കൂടെ ഞാൻ അവസാനം കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.